ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. കൊപ്പത്ത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 24-ന് ആരംഭിക്കും. 24 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടൂർണമെന്റ് നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം ജനകീയ കൂട്ടായ്മയുടെയും 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കരിങ്കനാടിന്റെയും നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൊപ്പത്ത് അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. നവംബർ 24 മുതൽ ടൂർണമെന്റിന് തുടക്കം കുറിക്കും. 24 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 24 ടീമുകളാണ് മത്സരിക്കുക. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനകം കൂട്ടായ്മയുടെയും ക്ലബിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളി നടത്തുന്നത്. അത് കൊപ്പം ജനകീയ കൂട്ടായ്മയും കൊപ്പത്തുള്ള നാനാഭാഗങ്ങളിലുള്ള ആ പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഫുട്ബോൾ മത്സരം നടത്തുന്നത്. 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 25 വർഷത്തോളമായിട്ട് കരിങ്ങനാട് പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു ക്ലബ്ബാണ്. ഈ ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അവിടെയുള്ള സകലമാന പ്രവർത്തനങ്ങൾ, അതേപോലെ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. 10 വർഷത്തോളമായിട്ട് ഭക്ഷ്യക്കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യാണ്. അതിലും ഉപരി ഫുട്ബോൾ മേഖലയിൽ കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക്, ക്രിക്കറ്റ്, സ്പോർട്സ് മേഖലകളിൽ എല്ലാം നമ്മളുടെ ആ ക്ലബിൽ കുട്ടികളുണ്ട്. ഏകദേശം 100ഓളം കുട്ടികൾ ആ ക്ലബിൽ അംഗമായിട്ടുള്ള കുട്ടികൾ നമുക്ക് അവിടെ ഉണ്ട്. അവരുടെ കളിക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ എല്ലാ മേഖലയിലേക്ക് അവരെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടും ഈ ക്ലബ്ബ് വളരെയധികം പ്രയത്നം ചെയ്യുന്നുണ്ട്. നവംബർ 24 വൈകുന്നേരം 7:30 കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സന്നദ്ധ പ്രവർത്തകരും വ്യാപാരികളും ക്ലബ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും. സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്മങ്കാട്ട് കോയ എന്ന ലാല മലപ്പുറവും കുഞ്ഞാപ്പുവും പങ്കെടുക്കുന്നുണ്ട്. ടൂർണമെന്റിൽ പുതിയ ടെക്നോളജി പ്രകാരമുള്ള സ്മാർട്ട് എൻട്രിയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിന് ഉതകുന്ന തരത്തിലുള്ള സ്മാർട്ട് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പരിപാടിയിലേക്ക് നമ്മളായിട്ട് സഹകരിക്കുന്ന കൊപ്പത്തെയും ചുറ്റുവട്ടത്തുള്ള കച്ചവടക്കാർക്കും അവർക്കതിൻ്റെ ഗുണം കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമായി നമ്മളൊരു പ്രത്യേകമായി ഒരു കൂപ്പൺ ഒരുക്കിയിട്ടുണ്ട്. ഈ കൂപ്പൺ തികച്ചും നമ്മളുടെ കാണികൾക്ക് ഫ്രീ ആയിട്ടാണ് ഇത് നൽകുന്നത്. നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുക എന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂപ്പൺ നമ്മളവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സീസൺ ടിക്കറ്റ് ആയിട്ടുള്ള സ്മാർട്ട് എൻട്രി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് നൽകുന്നതോടൊപ്പം തന്നെ നമ്മളായിട്ട് സഹകരിച്ചിട്ടുള്ള, സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മുഴുവൻ കച്ചവടക്കാർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊപ്പം വളാഞ്ചേരി റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്താണ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഫ്ലഡ് സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KV കമറുദ്ദീൻ, സി സത്താർ, MT അസ്ലം, KT അക്ബർ, NK ഷിഹാബ്, E സിദ്ദീഖ്, PT അബ്ദുൽ ലത്തീഫ് എന്നിവർ ടൂർണമെന്റിനെ കുറിച്ച് വിശദീകരിച്ചു.